അങ്ങനെ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ തമിഴ് തെലുഗു ബൈലിംഗൽ ചിത്രമായ കാന്ത ഞാനിന്ന് കണ്ടത്. തമിഴ് വെർഷനാണ് ഞാൻ കണ്ടത്. സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് തെലുഗു തമിഴ് സ്റ്റാർസിനൊക്കെ ട്രിബ്യൂട്ട് പോലെ കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊരു തമിഴ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തമിഴ് വെർഷൻ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ തെലുങ്ക് വെർഷനിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കാം, അറിയില്ല. സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയും അവരുടെ ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ കഥയിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു പ്രമേയത്തിന് നമ്മൾ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട് പല കാലഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏർലി 50s 60s ആ ഒരു ടൈമിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ആദ്യ പകുതിയിൽ അവരുടെ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയും പിന്നെ അവരുടെ റിയൽ ലൈഫ് കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ കഥയാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു ത്രില്ലർ, ഇമോഷണൽ എന്നീ കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. സിനിമ തുടങ്ങിയ ഒരു ആദ്യത്തെ അരമണിക്കൂർ നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് പഴയ കാലഘട്ടത്തിൻ്റെ ഓരോ രംഗങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ഓക്കെ ഒരു നല്ലൊരു രംഗം ഒരു നല്ലൊരു രീതിയിലൊരു നടൻ പുൾ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നടി പുൾ ഓഫ് ചെയ്യുന്നു നമുക്കൊരു പ്രേക്ഷകനെന്ന രീതിയിൽ തോന്നും. പക്ഷേ ഒരു സിനിമയിലെ രംഗം ഇതാണ്, ഇന്ന രീതിയിലാണ് താങ്കൾ അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അഭിനയിക്കുമ്പോഴത്തേക്കും അത് പ്രത്യേക അതിനും കുറെ കൂടെ ഒരു നാടകീയമായിട്ടുള്ളൊരു ഫീൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സിനിമയുടെ എല്ലാ സിനിമകളിലും പിന്നാമ്പുറത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ രംഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയുടെ സത്യത്തിൽ നല്ല രീതിയിൽ കൈയടി അർഹിക്കുന്നതും ആയിട്ടുള്ള കുറേ രംഗങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ ഒരു സിനിമയുടെ ഒരു കഥ ഒരു പതിഞ്ഞ താളത്തിലാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാഗടിപ്പിക്കാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് ഒരു സിനിമ. ആ ഒരു ഇതിലാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത്. ഈവൻ കുറേ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BGM പോലും വരുന്നില്ല. അപ്പം അവരുടെ ഒരു സംഭാഷണവും വളരെ പതിഞ്ഞ താളത്തിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്നൊരു കഥയാണ്. അപ്പം ഈ ഒരു രണ്ടാം പകുതിയിൽ എന്ത് ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്ന ഒരു ഇതുകൂടെയാണ്. പിന്നീട് ഒരു പ്രേക്ഷകനെ ഒരു തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഒരു സിനിമ അവസാനിക്കുന്നതെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു സിനിമയിൽ. കാരണം ഇന്നത്തെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട് നമ്മളെല്ലാം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പീരിയഡ് ഡ്രാമ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞു, സിനിമയ്ക്കുള്ളിലെ സിനിമയാണെങ്കിൽ കണ്ടു കഴിഞ്ഞു, അവിടെ റിയൽ ലൈഫാണ് കണ്ടു കഴിഞ്ഞു. പല സിനിമകളും തന്നെ റിയൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടെടുത്ത സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ പ്രീമിയർ ഷോസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം DQ ഡിസേർവ്സ് നാഷണൽ അവാർഡ് എന്നൊക്കെ രീതിയിലൊക്കെ എക്സിൽ ഇന്നലെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടും തോന്നിയില്ല. ഒരു സാധാരണ ഒരു പീരിയഡ് ഡ്രാമയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു സിനിമയിലും ഈ ഒരു സിനിമയിലും പല രംഗങ്ങളിലും വന്നിരിക്കുന്നത്. അപ്പം ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടേ തോന്നിയുള്ളൂ. പിന്നെ പലർക്കും ഞാൻ പറഞ്ഞതുപോലെ സിനിമ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂഡ് അതിനനുസരിച്ചിട്ട് ഒരു പതിഞ്ഞ താളത്തിൽ അങ്ങ് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ ലാഗ് അടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു സിനിമ പണ്ടത്തെ കാലത്തുള്ള സിനിമ എന്ന് വെച്ചാൽ കൂടുതലെന്നല്ല സെറ്റുകൾക്കുള്ളിൽ മാത്രമാണ്. ഇപ്പോൾ രാത്രി പകൽ ഏത് രംഗങ്ങളായിരുന്നാലും സെറ്റുകൾക്കുള്ളിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മളും ആ ഒരു സെറ്റിനകത്ത് ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നിയേക്കാം. നെവർത്തിലെസ് നല്ല രീതിയിൽ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഇട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ ഭാഗ്യശ്രീ പോസ്റ്റ് എന്ന നടി അവരുടെ കോമ്പിനേഷൻ സീനുകളും സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ആ ഒരു രംഗങ്ങളും എല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ സമുദ്രകനി പിന്നെ റാണ ദഗ്ഗുബട്ടി ഒരു സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സിനിമയിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ റോളും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു വിയേർഡായിട്ട് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ ആകമൊത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺ ടൈം വാച്ചബിൾ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഭയങ്കര ഒരു എന്താ പറയുക കോരിത്തെരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം.